നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സഹകാരി സംരക്ഷണ യാത്ര സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. LDF തെക്കുങ്ങര പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട ജാഥ CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ പൂക്കോട് സ്വദേശിനി പവന ഒറ്റയ്ക്ക് 8500 കിലോമീറ്റർ 20 സംസ്ഥാനങ്ങളിലൂടെ 53 ദിവസം ബൈക്കിൽ സഞ്ചരിച്ച് തിരിച്ചെത്തി. സ്വർണവില 84,000 കടന്ന് കുതിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകാരി സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ സഹകരണ ബാങ്കിന് മുൻപിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊഴുക്കുള്ളി സർവീസ് സഹകരണ ബാങ്കിന് സമീപം സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂരിലെയും നടത്തറ പഞ്ചായത്തിലെ വിവിധ സഹകരണ മേഖലയിലെ തട്ടിപ്പുകളിലും ED അന്വേഷണം വേണമെന്നും CPM ജില്ലാ നേതാക്കളുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. BJP ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, BJP സംസ്ഥാന കമ്മിറ്റി മെമ്പർ ലിനി ബിജു, ജെയിൻ പാലത്തിങ്കൽ, ബിനോ ES, സജിത ബാബുരാജ്, ശ്രീജിത്ത് പയ്യനം തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF തെക്കുങ്ങര പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥ പര്യടനം തുടങ്ങി. രണ്ടാം ദിനത്തിലെ പര്യടനം ഇന്ന് രാവിലെ 9:30 പനങ്ങാട്ടുകരയിൽ നിന്നും ആരംഭിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. CPI ബ്രാഞ്ച് സെക്രട്ടറി OD ദിലീഷ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ AK സുരേന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ നിഷാന്ത് മച്ചാട്, മാനേജർ NG സന്തോഷ് ബാബു, CPIM പനങ്ങാട്ടുകര ബ്രാഞ്ച് സെക്രട്ടറി C ഷെയ്ഖ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് 5:30 കുണ്ടുകാട് സെന്ററിൽ സമാപിക്കും. പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ. മണ്ണുത്തി ഇലഞ്ഞിക്കുളം പാടത്ത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഹാൻഡ്സ് നിറച്ച ചാക്കുകെട്ടുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാടത്തെ വെള്ളം നോക്കാൻ പോയ കൃഷിക്കാരനായ ദാസൻ കാട്ടുങ്കൽ വിവരം CTVയിൽ അറിയിച്ചു. രാവിലെ CTVയിൽ നിന്നും മണ്ണുത്തി പോലീസിലും ഉച്ചകഴിഞ്ഞ് എക്സൈസിലും അറിയിച്ചിട്ടും വൈകിട്ട് വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ലഹരിക്കെതിരെയുള്ള യുദ്ധം. കൂട്ട ഓട്ടവും പ്രസംഗങ്ങളും പ്രസ്താവനകളും മാത്രമായി ലഹരിക്കെതിരെയുള്ളതെന്ന് മനസ്സിലാക്കണം. ഇത് ഇരിഞ്ഞിക്കുളം പാടശേഖരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം നാഷണൽ ഹൈവേയുടെ ഓരാണ്. ആ ഓരത്തുള്ള സ്ഥലത്താണ് ഈ ഹാൻഡ്സിൻ്റെ ഒരുപാട് ചാക്കുകൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. പോലീസിനെ കണ്ടിട്ടോ എന്തോ ആണെന്ന് അറിയില്ല. ഒരുപാട് ചാക്കുകളാണ് ഇവിടെ ഹാൻഡ്സിൻ്റെ ഉപയോഗിച്ച് പോയിരിക്കുന്നത്. മനുഷ്യൻ്റെ മാനവരാശിക്ക് എൻ്റെ ജീവിതം തുടങ്ങുന്ന ഈ സാധനം, ഈ അവസ്ഥ വളരെ ശോചനീയമാണ്. അധികാരികളുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റാണ്. ഇവിടുന്ന് കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടിരിക്കുന്നത്. ഉടനടി പോലീസിനെ അറിയിക്കുന്നതാണ്. 91 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 15 വർഷം കഠിന തടവും പിഴയും. ഇരിഞ്ഞാലക്കുട സ്വദേശിനി 91 വയസ്സുകാരിയായ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തി സ്വർണമാല കവർച്ച ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത തടവും കൂടാതെ 15 വർഷം കഠിന തടവും 1,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവീജ സേതുമോഹൻ വിധി പ്രസ്താവിച്ചു. 2022 ഓഗസ്റ്റ് മാസം 3 വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടുപോയി റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയും
കഴുത്തിൽ അണിഞ്ഞിരുന്ന 2.5 പവനോളം തൂക്കം വരുന്ന സ്വർണമാല ബലമായി ഊരിയെടുത്ത് കവർച്ച നടത്തിയെന്ന് ആരോപിച്ച് ഇരിഞ്ഞാലക്കുട പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ പാലക്കാട് ജില്ലാ ആലത്തൂർ കിഴക്കുംചേരി കണ്ണംകുളം സ്വദേശി അവിഞ്ഞിക്കാട്ടിൽ വിജയകുമാർ എന്ന ബിജുവിനെയാണ് കോടതി ശിക്ഷിച്ചത്. ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർക്കും സംഘങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പൊതുവിഭാഗത്തിൽ മികച്ച ക്ഷീര കർഷകയായി നന്ദിലത്ത് ഫാം ഉടമ ഷൈനി ഗോപാലകൃഷ്ണൻ അർഹയായി. 25,000 രൂപയാണ് പുരസ്കാരത്തുക. വനിതാ വിഭാഗത്തിൽ അന്നമ്മനട സ്വദേശിനി ലക്ഷ്മി മേനോനെ മികച്ച കർഷകയായും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ മികച്ച ക്ഷീര കർഷകനായി ചാലക്കുടി സ്വദേശി റോയ് ചന്ദ്രനെയും, യുവ കർഷകനുള്ള പുരസ്കാരത്തിന് പുത്തൂർ മാന്നാമംഗലം സ്വദേശി NV നിഖിലിനെയും തെരഞ്ഞെടുത്തു. ഇവർക്ക് 15,000 രൂപയാണ് സമ്മാനത്തുക. വിലങ്ങന്നൂരിലെ NM ഫിലിപ്പിനെ മികച്ച ക്ഷേമനിധി കർഷകനായും തെരഞ്ഞെടുത്തു. ഒല്ലൂർ ബ്ലോക്കിലെ വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘം മികച്ച ക്ഷീര വ്യവസായ സംഘത്തിനുള്ള അവാർഡ് നേടി. കൂടുതൽ പാൽ സംഭരിച്ച മികച്ച ആപ്കുസ് സംഘമായി മാന്നാമംഗലം ക്ഷീരസംഘത്തെയും തെരഞ്ഞെടുത്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പടിയൂർ സംഘത്തിന് തുടർച്ചയായി A ക്ലാസ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നേടിയതിനുള്ള അംഗീകാരവും ലഭിച്ചു. ലോട്ടറി കടയിൽ നിന്നും പ്രൈസ് ടിക്കറ്റുകളും കളക്ഷൻ തുകയും അടക്കം 1,07,000 രൂപ മോഷ്ടിച്ച കേസിൽ ജീവനക്കാർ റിമാൻഡിലേക്ക്. വാടാനപ്പള്ളി സെന്ററിൽ പ്രവർത്തിക്കുന്ന പെരിഞ്ഞനം സ്വദേശി പള്ളത്തുവീട്ടിൽ സുനിൽ ലോട്ടറി കടയിൽ നിന്ന് വിവിധ തീയതികളിലുള്ള പ്രൈസ് ടിക്കറ്റുകളും കളക്ഷൻ തുകയും അടക്കം 1,07,000 രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ പാവറട്ടി സ്വദേശി നാലകത്ത് വീട്ടിൽ നിഷാൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, ജൂനിയർ SI സുബിൻ, സബ് ഇൻസ്പെക്ടർ അരുൺ, സിവിൽ പോലീസ് ഓഫീസർ അഖിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല. റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. 8500 കിലോമീറ്റർ, 20 സംസ്ഥാനങ്ങൾ, 53 ദിവസം, 25 വയസ്സുകാരി തന്റെ ഹിമാലയൻ ബൈക്കിൽ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി തിരിച്ചെത്തി. അളഗപ്പ നഗർ പൂക്കോട് സ്വദേശിനി പവനയാണ് ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി ഞായറാഴ്ച തിരിച്ചെത്തിയത്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ എന്റെ രാജ്യം സുരക്ഷിതമാണെന്ന് താനാണ് തെളിവെന്നും യാത്രയ്ക്ക് ശേഷം പവന പറഞ്ഞു. പൂക്കോട് കീനൂർ വൈദ്യക്കാരൻ സുനിലിന്റെയും സുമയുടെയും മകളാണ് പവന. നന്നേ ചെറുപ്പത്തിലെ യാത്രകളോടുള്ള ഇഷ്ടം തന്നെയാണ് പവനയെ ഈ യാത്രയ്ക്ക് ഏറെ പ്രചോദനമായതും. ജൂലൈ 31 യാത്ര ആരംഭിച്ചത്. ഏറെ സാഹസിക നിറഞ്ഞ യാത്ര സെപ്റ്റംബർ 21 അവസാനിപ്പിച്ച് തിരിച്ചെത്തുകയായിരുന്നു പവന. ഇന്ത്യ മൊത്തം ചുറ്റി കാണണമെന്ന ആഗ്രഹം സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിൽ കയറിക്കൂടിയതെന്നും 15 വയസ്സിലെ തന്റെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചുവെന്നും പവന പറയുന്നു. എന്നാൽ ഈ യാത്രയിലും ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രകൃതിക്ഷോഭം മൂലം ഒഴിവാക്കേണ്ടി വന്നു. മറ്റൊരിക്കൽ ഈ സ്ഥലങ്ങളും ഉൾപ്പെടെ യാത്ര ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണെന്നും പവന ഏറെ സന്തോഷത്തോടെ പറയുന്നു. ഹിമാലയൻ ബൈക്കാണ് പവന തന്റെ യാത്രയ്ക്ക് കൂടെ കൂട്ടിയത്. യാത്രയിലുടനീളം യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ലാതെ തിരിച്ച് നാട്ടിലെത്തിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് പവന. കരാട്ടെ ഇൻസ്ട്രക്ടറായ പവന സ്കൂളുകളിൽ ഉൾപ്പെടെ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ധൈര്യം, അത് ഞാൻ ഓൾറെഡി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതിനെക്കുറിച്ച് പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക, കൂടുതൽ ചിന്തിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൂടുതൽ ചിന്തിച്ചാലാണ് ബൈക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ 20 സംസ്ഥാനങ്ങളാണ് പോയത്. ഒരു 53 ദിവസം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ട്രാവലിംഗ് മാത്രമാണ്, ബൈക്കിൽ ജസ്റ്റ് ട്രാവലിംഗ് മാത്രമാണ്. ഇത്ര ദിവസമൊന്നും എടുക്കത്തില്ല, വേഗത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഓരോ സ്റ്റേറ്റിലും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചില സ്റ്റേറ്റിലൊക്കെ 5-6 ദിവസം വരെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തതും. പക്ഷെ നമുക്ക് ഇന്ത്യനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യണം. വെറുതെ ബൈക്കിൽ പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ചില ഏരിയയിലെത്തുമ്പോൾ ഓഫ് റോഡിങ് സെക്ഷൻസ് വന്ന ടൈമിൽ അത് അറിയാതെ ഗൂഗിൾ മാപ്പിനെ വഴി തെറ്റിച്ച് ചെറിയ കട്ടിക്കോടിയൊക്കെ കൊണ്ടുപോയപ്പോൾ വന്നൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ആ ടൈമിൽ നമുക്ക് റേഞ്ചും കിട്ടിയിരുന്നില്ല. ആ ടൈമിൽ മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. അല്ലാത്ത പക്ഷം നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ ഭയങ്കര നല്ലൊരു രീതിക്കുള്ളൊരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കങ്ങനെ ഒരു വേറൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല. ചെറുപ്പം തൊട്ട് എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഡിപ്പെൻഡ് ചെയ്ത പല കാര്യങ്ങളും നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി കാരണം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ധൈര്യക്കുറവ് ഉണ്ടായിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഫിയാൻസി നല്ല സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകണമെന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് പോക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ചില സ്റ്റേറ്റുകൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, അത് നീ കാര്യമാക്കണം, നീ നിൻ്റെ ഇത് നോക്കി പോക്കോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സപ്പോർട്ടാണ്. എക്സ്പെൻസ് ഞാൻ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് പേടിക്കാൻ നിന്നിട്ടില്ല. എക്സ്പെൻസ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു റൂം എടുക്കുമ്പോൾ തന്നെ ഒരു ദിവസം റൂം എടുക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് വരുന്നത് ഒരു 1000, 1200, 1500 ആ റേഞ്ചിന് നമുക്ക് ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫുഡും ഞാൻ എന്താ പറയുക, തീരെ ലോക്കൽ ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല. സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ തീരെ ലോക്കൽ ഫുഡിലേക്ക് പോയി അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിന്നിട്ടില്ല. അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്തൊരു ഹോട്ടൽ അങ്ങനെ ഞാൻ നോക്കി കയറിയേക്കുന്നത് എന്ന് വെച്ചിട്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസും ചൂസ് ചെയ്തിട്ടില്ല. ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. കാരണം പെട്രോളും ഈ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം എനിക്കൊരു തോന്നുന്ന ഒരു ദിവസം ഒരു 4000 രൂപയോളം ഏകദേശം വരുന്നുണ്ട്. നമ്മൾ പോവാം, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു
ഒന്ന് പവനയുടെ ട്രാവൽ കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ലേഡീസ് ഉൾപ്പെടെ കുറേ പേര് മെസ്സേജ് അയക്കുന്നത്. തന്നെയല്ല ഞാൻ പഠിപ്പിക്കുന്നതിൽ ആ വീട്ടമ്മമാരുണ്ട് കരാട്ടെ പഠിപ്പിക്കുന്നതിൽ, അവരടക്കം ഭയങ്കര ഉത്സാഹത്തിലാണ് നിൽക്കുന്നത്. അവരിപ്പോൾ കുറച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവരിപ്പോൾ ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ KSRTC, അവർക്ക് ബൈക്ക് ഓടിക്കാനല്ല, പക്ഷേ KSRTCയിലൊക്കെ ഒറ്റയ്ക്ക് അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടമ്മമാരൊക്കെ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഒരു മാതൃകയാക്കി കൊണ്ടുവന്നൊക്കെ അവർ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ, മതി. പിന്നെ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കരാട്ടെ പോലുള്ള മാർഷൽ ആർട്സ്, കരാട്ടെ മാത്രമല്ല പല മാർഷൽ ആർട്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരുന്ന കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ അത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒറ്റയടിക്ക് തന്നെ വലിയ ദൂരങ്ങൾ പോകണമെന്നൊന്നും പറയില്ല. ഞാൻ ഫസ്റ്റ് തന്നെ പോകുന്നത് ഈ ബൈക്ക് മേടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇടുക്കി പോകുന്നത്. ഇടുക്കിയിൽ ആനടിച്ചാങ്കുത്ത് പോകുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് ബൈക്കിൽ ഒറ്റയ്ക്ക്. ആ ടൈമിൽ ഞാൻ ബൈക്ക് മേടിച്ച് ഞാൻ ഇതുമ്മയാണ് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് ശരിക്കും. ഒരാഴ്ചയായിട്ടുള്ളൂ. ആ ടൈമിൽ ഞാൻ വണ്ടി എടുത്ത് ഞാൻ നോക്കുമ്പോൾ 3 മണിക്കൂർ നിസ്സാരം പോകുന്നു വരുന്നു, ടോട്ടൽ 6 മണിക്കൂർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പോയി. അവിടെ എത്തുമ്പോഴാണ് ഞാൻ അമ്മേനോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ വിളിക്കുമ്പോൾ ഞാൻ ഇടുക്കിയിലാണ്. അത് പിന്നെ ഞാൻ ട്രാവൽ ചെയ്ത് ഓൾറെഡി പോണ ഒരാളായതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ വലിയ പേടിയെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ച് പിന്നെ ഒറ്റയ്ക്ക് എന്നുള്ളൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് ഉള്ള സിനിമാ തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി വരുമ്പോൾ തന്നെ കുറച്ച് ധൈര്യം കിട്ടും. ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് വരെ ഒറ്റയ്ക്ക് പോയി വരുന്ന ആളാണ്. അതൊക്കെ എന്താ പറയുക, നമ്മൾ ലോക്കലായാൽ പോലും ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയാവും. നമ്മുടെ കേരളത്തിൽ ഞാൻ ടൈം നോക്കാറില്ല. ചിലപ്പോൾ രാത്രി 11 മണി 12 മണിയായിട്ട് വരെ ഞാൻ വീട്ടിൽ വന്ന് കയറും. നമുക്ക് നമ്മുടെ നാട്ടിൽ പേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി താനെ ആ ധൈര്യമൊക്കെ താനെ വന്നോളൂ. ഈ പൊതുവെ എല്ലാ സ്റ്റേറ്റ്സും ഒത്തിരി ഇഷ്ടമായി. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ സ്റ്റേറ്റ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. എനിക്ക് കുറച്ചും കൂടി കണ്ണിനൊക്കെ കുളിർമേകിയ സ്റ്റേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാരധികം എത്തിപ്പെടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടൂറിസം അധികം ബാധിക്കാത്തതുകൊണ്ടായിരിക്കും. ഒഡീസ, ഛത്തീസ്ഗഡ് ആ ഏരിയയിലൊക്കെ ആ ഒരു ഗ്രാമഭംഗിയും കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അത് എൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ്. പലരെയും സംബന്ധിച്ച് പല ഇൻട്രസ്റ്റുകളാണ്. പല സ്റ്റേറ്റുകളും വ്യത്യസ്ത രീതിയിൽ ബ്യൂട്ടിഫുള്ളാണ്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ജമ്മു കാശ്മീർ. ഞാൻ അമൃത്സറിൽ നിന്ന് ജമ്മു കാശ്മീർ വഴി കയറാൻ നോക്കിയായിരുന്നു ടോപ്പിലേക്ക്. പക്ഷേ അപ്പോഴും അവിടെ റോഡൊക്കെ ഫുള്ള് ഒലിച്ചു പോയി, ആകെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരാഖണ്ഡ് വന്ന് അവിടെ നിന്ന് ഹിമാചൽ വഴി ഷിംല വഴിയൊക്കെ കയറാനായിട്ടും ട്രൈ ചെയ്തായിരുന്നു. അപ്പോഴും ഹിമാചലിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. എനിക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. സാധാരണ ബൈക്ക് റൈഡേഴ്സ് മോസ്റ്റ് ഓഫ് ബൈക്ക് റൈഡേഴ്സും പോകുന്നൊരു സ്ഥലമാണ്. അപ്പം എനിക്കത് കവർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ മെമ്മറീസ് തന്നെയാണ്. അതിൽ എനിക്ക് ഇച്ചിരി കൂടി പേടി തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാട്ടിക്കൂടെ പോയി എന്ന് പറഞ്ഞില്ല. ആ ടൈമിൽ അത് ഇച്ചിരി ഞാൻ ശരിക്കും വെള്ളം കുടിച്ച് വിയർത്തൊരു സംഭവമായിരുന്നു അത്. കാരണം ആരുമില്ല ആ ഏരിയ. അത് ഒഡീസ വെസ്റ്റ് ബംഗാൾ ആ ബോർഡർ ആയിരുന്നു. അപ്പോൾ അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല ആ ഏരിയയിൽ. അതൊരു ഫോറസ്റ്റ് ടൈപ്പും ഫീൽ ചെയ്തു. കാട്ടുപൂച്ചയൊക്കെ ഇച്ചിരി കൂടിയും വലുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് കാട്ടുപൂച്ചയാണോ പൂലിക്കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊന്ന് പാസ്സായി ഇത് ബൈക്കിൻ്റെ മുന്നിൽ കൂടെ. എനിക്ക് പിന്നെ ഞാനത് എന്താണെന്ന് പോയി നോക്കാനുള്ള ആ ഒരു ഇത് കാണിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കയറി പോരാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. ഓഫ് റോഡിങ് സെക്ഷൻ ആയതുകൊണ്ട് എനിക്കത് വണ്ടി എടുത്ത് പോകാനായിട്ടുള്ളൊരു പേടി നല്ല രീതിക്ക് വന്നു. കാരണം ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരാളില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഞാൻ നല്ല വെള്ളം കുടിച്ചു. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ 24-ന് വൈകിട്ട് 4:30 ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ജീവസേനാനികൾ പ്രസംഗിച്ചു. ഫാദർ ഡേവിസ് പട്ടത്ത്, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ, ജെയിംസ് ആഴ്ചങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജീവന്റെ മൂല്യത്തിന് വേണ്ടിയുള്ള ഈ സംഘടന. അനേകം മക്കൾ ജനിക്കാതെ പോകുന്നുണ്ട്, ജനിച്ചിട്ട് മരിച്ചു പോകുന്നവരുണ്ട്, വളരാൻ സാധിക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ജനിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ട അനേകം മക്കളുണ്ട്. ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ജീവൻ എന്ന് നമുക്കറിയാം. ആഗ്രഹിച്ചിട്ടും പല ദമ്പതികൾക്കും ഇന്ന് കുഞ്ഞുങ്ങളില്ല. പലപ്പോഴും ഒന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല ഇതുവരെ, അപ്പോൾ ആ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പലപ്പോഴും ഏറെ സങ്കടത്തോടെ വന്ന് പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന.
ആ കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ മാത്രമാണ് ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ സാധിക്കുക. പലപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണത്. ആ ക്രൂരത എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു അവബോധം കിട്ടാനായിട്ടാണ് ഇങ്ങനെയുള്ള കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കള് ഇങ്ങനെ ഈ ജീവന്റെ മൂല്യത്തിന് പ്രാധാന്യം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. കാരണം ഞാൻ 10ാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. 13 മക്കളാണ് ഉള്ളത്. അത് 2 പേര് മരണത്തോടു കൂടെയും മരണം കഴിഞ്ഞ് 6 മാസമായപ്പോൾ മരിച്ചു. ബാക്കി 13 മക്കള് വളർന്നു വന്നു. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയോടൊക്കെ ചിലർ ചോദിക്കുന്നത്, ചേച്ചി എങ്ങനെയുണ്ട് ഈ മക്കളെയൊക്കെ വളർത്താൻ പറ്റുമോ? അതൊക്കെ ദൈവം വളർത്തിക്കോളും, അതിനൊന്നൊരു പ്രശ്നമില്ല. അപ്പച്ചൻ്റെയും മറുപടി അതാണ്. ഈ ഓരോ കുഞ്ഞ് ജനിച്ചപ്പോഴും അപ്പച്ചൻ ഏതെങ്കിലും ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണെങ്കിൽ ആ ദൈവം ആ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ ചെയ്യും. പലപ്പോഴും നമുക്കതാണ് പ്രയാസം. അയ്യോ മക്കളുണ്ടായാൽ അവരെങ്ങനെ വളർത്തുക? മക്കളുണ്ടായാൽ അവർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള ഭൂമി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ മക്കളും അധ്വാനിച്ച് നേട്ടങ്ങളുണ്ടാക്കും. പഴയകാലം തൊട്ടേ ഉള്ള ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നൊക്കെ ശാസ്ത്രജ്ഞരുണ്ടായി, ഓരോ കാര്യത്തിനും വിദഗ്ധരുണ്ടായി. ആ വൈദഗ്ധ്യമൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചില്ലായിരുന്നെങ്കിൽ പലപ്പോഴും ഈ ഭൂമി ഇന്ന് കാണുന്ന അത്രയും സൗന്ദര്യത്തിലാകുമായിരുന്നില്ല. വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക്. 78 വയസ്സ് പ്രായമുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വിവസ്ത്രയാക്കി മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തട്ടാംപറമ്പിൽ വീട്ടിൽ സുധീർ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, GSI MS ഷാജു, CPOമാരായ TA അൻവർ, KA അജിത്, സുധിൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോർപ്പറേഷൻ സ്റ്റേഡിയവും ഫുട്ബോൾ ഗ്രൗണ്ടും ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി തുക ചെലവഴിക്കുന്നതിന് സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്നു ചേർന്ന കൗൺസിലിൽ അനുമതി നൽകി. ചരിത്രപ്രസിദ്ധമായ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം നിരവധി ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾക്ക് ജന്മം നൽകുകയും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അളവിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ വികസനം നടപ്പിലാക്കുവാൻ 2015 വരെ ആരും മുൻകൈയെടുത്തില്ല എന്നത് വസ്തുതയാണ്. 2015 ഇടതുപക്ഷ കൗൺസിൽ വർഷങ്ങളായി അണഞ്ഞുകിടക്കുന്ന ഫ്ലഡ് ലൈറ്റിനു പകരം ആധുനിക രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച് സ്റ്റേഡിയം പ്രകാശപൂരിതമാക്കി. മറ്റൊരു ചരിത്ര തീരുമാനമാണ് ഇന്ന് ചേർന്ന കൗൺസിൽ സ്റ്റേഡിയത്തിന്റെ വികസനത്തിനായി എടുത്തിട്ടുള്ളത്. കോർപ്പറേഷൻ സ്റ്റേഡിയവും ഫുട്ബോൾ ഗ്രൗണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള നിർമ്മാണം 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിന് തടസ്സമാകാത്ത നിലയിൽ നടത്തുന്നതിന് സൂപ്പർ ലീഗ് കേരളയ്ക്ക് കൗൺസിൽ അനുമതി നൽകി. ഒക്ടോബർ മാസം 20-ാം തീയതി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രൗണ്ടിൽ ആദ്യ മത്സരം കളിക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് ചേർന്ന കൗൺസിലിൽ 26 അജണ്ടകളിൽ ഒരു അജണ്ട മാറ്റിവെച്ചതൊഴികെ ബാക്കി എല്ലാ അജണ്ടകളിലും ചർച്ചകൾക്കു ശേഷം തീരുമാനമെടുത്തു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിറാജ് റിമാൻഡിലേക്ക്. അഖിലിനെ 2023 ഡിസംബർ മാസത്തിൽ സിറാജും കൂട്ടാളികളായ നിതിൻ, മുൻസീർ, റോയൽ ജോയ് തുടങ്ങിയവർ ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ 1-ാം പ്രതിയാണ് സിറാജ്. കോടതിയിൽ വിചാരണയിലുള്ള ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് അഖിൽ സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് സിറാജ് അഖിലിനെ ആക്രമിച്ചത്. മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള സിറാജ് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് 2 കേസുകളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അറസ്റ്റിലായ 2 കേസുകളിലും പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയ 1 കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് ടിവി ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. സ്വർണവില പവന് 84,000 രൂപ കടന്നു. സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയരുന്നു. സ്വർണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 10,605 രൂപയായി. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 84,840 രൂപയായി കുതിച്ചുയർന്നു. രാവിലെ പവൻ വില 83,840 രൂപയിലെത്തിയിരുന്നു. ഗ്രാമിന് 115 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി റിമാൻഡിൽ. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോണോത്തുകുന്ന് വെച്ച് പുത്തൻചിറ സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ ഈ കേസിലെ 1-ാം പ്രതിയായ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് വെള്ളാങ്കല്ലൂർ സ്വദേശി വഞ്ചിപ്പുര വീട്ടിൽ അൻസൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി കെ സതീഷ് കുമാറിനെ തിരഞ്ഞെടുത്തു. നിലവിൽ PG പോലീസ് സ്റ്റേഷൻ SHO ആണ് സതീഷ് കുമാർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സഹകാരി സംരക്ഷണ യാത്ര സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. LDF തെക്കുങ്ങര പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട ജാഥ CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പൂക്കോട് സ്വദേശിനി പവന ഒറ്റയ്ക്ക് 8500 കിലോമീറ്റർ 20 സംസ്ഥാനങ്ങളിലൂടെ 53 ദിവസം ബൈക്കിൽ സഞ്ചരിച്ച് തിരിച്ചെത്തി. സ്വർണവില 84,000 കടന്ന് കുതിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.